ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവശതകം എന്നുള്ള കൃതിയിൽ ഈ നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം എന്ന് ആശയം വരുന്ന ധാരാളം ശ്ലോകങ്ങൾ ഉണ്ട്. അപ്പോൾ ഗുരു അതിനൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് അത് വെളിപ്പെടുത്തുന്നത്. മിക്കവാറും ഉപനിഷത്തുകൾ, വേദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഉദാഹരണം സ്വർണം, അതേപോലെ ഇരുമ്പ്, ആല്, അങ്ങനെ പല രീതിയിലുള്ള ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ സർവ്വസാധാരണമായിട്ട് സ്വർണത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഈ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ ഏകത്വത്തിൽ നാനാത്വം, അതിനെങ്ങനെ നമുക്ക് ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം? അത് ശുദ്ധമായിട്ടുള്ള ഒരു വേദാന്തം, അത് അറിവിൻ്റെ ഒരു തലമാണ്. അതിൻ്റെ അറിവിൻ്റെ ഒരു അവസാനമെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അറിവിൻ്റെ അവസാനം എന്ന് പറയുന്നത്? ഏതൊന്നിനെക്കുറിച്ച് അറിഞ്ഞാൽ ഇനി ഒന്നും അറിയപ്പെടേണ്ടതായിട്ടില്ലാതിരിക്കുന്നു. ആ അറിവ് നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒന്നും നമുക്കറിയാം. അതുകൊണ്ടാണ് വേദാന്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, അതിൻ്റെ അന്തം, അവസാനം. അപ്പോൾ ഈ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒന്നാണ് സ്വർണം. ഒരു സ്വർണം പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കഷ്ണം സ്വർണം അയക്ക് കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ ഇന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉണ്ടാക്കിത്തരും. പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജ്വല്ലറികളിലൊക്കെ എത്രമാത്രം ഫാഷൻ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫാഷൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ നമുക്ക് കടകളിൽ ലഭ്യമാണ്. ഇപ്പോൾ 1,00,000-ലധികം രൂപ ആയി കഴിഞ്ഞു ഒരു പവൻ. അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനകത്തേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിലയോ മറ്റൊന്നുമല്ല നമ്മളുടെ ആവശ്യം. മറിച്ച് ഈ സ്വർണത്തിൻ്റെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും നാമങ്ങളിലുമൊക്കെ ഉള്ള അതിൽ നമ്മൾ ഭ്രമിക്കുകയാണ്. സ്വർണ്ണപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര മോഡൽ ഉണ്ടാക്കിയാലും അത് സ്വർണം മാത്രമാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വർണത്തെ കാണുന്നുണ്ടെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് ഈ നാമരൂപങ്ങളിലാണ്. അതനുസരിച്ചിട്ട് അവൻ വില കൂട്ടും. അപ്പോൾ ഇല്ലാത്ത പണമൊക്കെ ഉണ്ടാക്കി നമ്മളതൊക്കെ വാങ്ങിക്കും. നമ്മളതിനകത്ത് ഭ്രമിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് നാനാത്വമാകുന്നത്. ഇനി ഈ നാനാത്വം, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംഗതി കാണുമ്പോഴും അതിൽ ഒന്നിനെ കാണുക. രണ്ടും ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. പക്ഷേ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, അവിടെയാണ് ഈ ലോകം മാറി മറിയുന്നത്. ഒരു ജ്ഞാനി ലോകത്തെ കാണുന്നു. ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കും, എവിടെയാണോ ജ്ഞാനി ഉറങ്ങിയിരിക്കുന്നത് അവിടെ അജ്ഞാനി, സാധാരണക്കാരൻ, അവൻ ഉണർന്നിരിക്കുകയാണ്. സാധാരണക്കാരൻ, ഒരു അജ്ഞാനിയായിട്ടുള്ള ഒരുത്തൻ എവിടെയാണ് ഉറങ്ങിയിരിക്കുന്നത് അവിടെ ജ്ഞാനി ഉണർന്നിരിക്കുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഒന്നിനെ നമ്മൾ പലതായിട്ട് കാണുന്നത് അറിവില്ലായ്മയും, പലതായിട്ട് കാണുമ്പോഴും അത് ഒന്നാണ്, അതിന് സത്ത ഒന്നാണെന്ന് തിരിച്ചറിയുന്നത് ശരിക്കുള്ള ജ്ഞാനവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ്, ഇപ്പോൾ നമ്മൾക്ക് വിവിധ മതവിശ്വാസങ്ങൾ, ദൈവങ്ങൾ ഉണ്ടെന്നൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് ആയിരത്താണ്ടുകളായിട്ട് ഇതിന് സത്യം മനസ്സിലാക്കിയ മഹർഷിമാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്ര തെളിച്ചത്തോടു കൂടി
കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു മഹർഷി. അത്രയും തെളിച്ചത്തോടു കൂടി വേറെ ആരും തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഭാഗികമായിട്ടൊക്കെ മറ്റു പല ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ അവതരിപ്പിച്ച വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇന്ന് ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ, മതത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും രാഷ്ട്രീയത്തിൻ്റെ ആയാലും, അത് മാറണമെങ്കിൽ ഈ ഒരു അറിവുണ്ടാവണം. നമ്മളിതെല്ലാം വെട്ടിപ്പിടിച്ചാലും ഈ ശരീരത്തിൽ ഉള്ള ഈ ഒരു കാറ്റ് അല്ലേ, അതിന് സത്ത് എന്ന് പറയുന്നത്. സത്ത് പോകുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചത്തു പോകുന്നു എന്ന് പറയും, തമിഴിൽ സത്ത് പോകുന്നതിന് പറയുന്നു. അപ്പോൾ ഈ സത്ത് എന്ന് പറയുന്നത് ഈ പരമ്പൊരുളാണ്. നമ്മുടെ ഓരോ ജീവൻ എന്നൊക്കെ നമ്മൾ പറയും, ശരിക്കും ജീവനല്ല, അതിന് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം. നമ്മൾ നേരത്തെ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞ പോലെ, ഇവിടെ എല്ലാത്തിനും സാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് ഇരിപ്പുണ്ട്, ഉണർന്ന് ഇരിക്കുന്നത്. അത് ഇതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തീർന്നു. അതിനുശേഷം ഇത്രയും പൗഡർ ഇട്ട് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഇരുന്നിരുന്ന ആ വ്യക്തിയെ നമ്മൾ പിന്നെ ശവമെന്നാണ് പറയുന്നത്. ഈ ഉള്ളിലുള്ള ആ ചൈതന്യം പുറത്തു പോയാൽ പിന്നെ അത് ശവമാണ്. നമ്മൾ പേര് പറഞ്ഞല്ല പിന്നെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിസാരത, നിരർത്ഥകത ഓർത്ത് വേണം നമ്മൾ ജീവിക്കാനെന്നാണ് അറിവുള്ളവരായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കതിന് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.